മലയാളത്തിന്റെ മാത്രമല്ല, തെന്നിന്ത്യയുടെ മുഴുവൻ പ്രിയതാരമാണ് ശോഭന. തന്റെ അഭിനയ മികവുകളുടെയും സൗന്ദര്യത്തിലൂടെയും ചടുലമായ നൃത്തച്ചുവടുകളുടെയും ശോഭന വെള്ളിത്തിരയിൽ അനന്തരമാക്കിയ കഥാപാത്രങ്ങൾ അനവധിയാണ്. നായികയായി ബിഗ് സ്ക്രീനിലെത്തിയ ശോഭന 4 പതിറ്റാണ്ടിലധികമായി അഭിനയരംഗത്ത് സജീവമാണ്. അഭിനയത്തിൽ നിന്ന് ഇടവേളയെടുത്ത ശോഭന നൃത്തത്തിന് പ്രാധാന്യം നൽകി വേദികളിൽ സജീവമായി. അഭിനേത്രി, നർത്തകി എന്നീ നിലകളിലെല്ലാം വലിയ ഖ്യാതികൾ നേടിയ ശോഭന വർഷങ്ങൾക്ക് ശേഷം അഭിനയരംഗത്ത് വീണ്ടും സജീവമായിരിക്കുകയാണ്. കൽക്കി 2898 AD, തുടരും എന്നീ രണ്ട് സൂപ്പർ ഹിറ്റ് സിനിമകളാണ് ശോഭന ഇടവേള അവസാനിച്ച ശേഷം ചെയ്തത്. തുടരും കോടികൾ കളക്ഷൻ നേടി മോളിവുഡിൽ ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയാണ്. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം കലാരംഗത്ത് സമഗ്ര സംഭാവനയ്ക്ക് ശോഭനയ്ക്ക് പത്മഭൂഷൺ ലഭിച്ചത്. സോഷ്യൽ മീഡിയയിലും സജീവമാണ് ശോഭന. ഇപ്പോഴിതാ തൻ്റെ ബാല്യകാല സുഹൃത്തിൻ്റെ വിയോഗത്തിൽ വേദന പങ്കുവെക്കുകയാണ് ശോഭന. നർത്തകിയായ അനിത മേനോൻ്റെ വിയോഗ വാർത്തയാണ് ശോഭന സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. അനിത വിട പറഞ്ഞുവെന്ന് പറഞ്ഞപ്പോൾ വാക്കുകൾ നഷ്ടപ്പെട്ടുവെന്നും സമാധാനത്തോടെ ഉറങ്ങൂ എന്നതല്ലാതെ ഒന്നും പറയാനില്ലെന്നും ശോഭന കുറിച്ചു. അനിതയുടെ കുടുംബാംഗങ്ങൾക്ക് ശോഭന അനുശോചനം അറിയിച്ചിട്ടുണ്ട്. വിട കുഞ്ഞെ, എൻ്റെ പ്രിയ സുഹൃത്തെ, സമാധാനമായി ഉറങ്ങൂ. കൂടുതലൊന്നും പറയാനില്ല. ബാബു അങ്കിളിൻ്റെയും സു ആൻറ്റിയുടെയും സതീഷ് മേനോൻ്റെയും അവീഷയുടെയും അനീഷയുടെയും ദുഃഖത്തിനൊപ്പം ചേരുന്നു എൻ്റെ ഹൃദയംഗമായ അനുശോചനം. വേദനയോടെ ശോഭന കുറിച്ചു. അനിതയ്ക്കൊപ്പമുള്ള കുട്ടിക്കാലത്തെ ത്രോബാക്ക് ചിത്രങ്ങളും ശോഭന കുറിപ്പിനോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട്.